വാർത്തകൾ വിശദമായി. 2 ദിവസങ്ങളിലായി ചങ്ങനാശ്ശേരി പെരുന്നയിൽ നടന്നുവന്ന സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭന്റെ ജയന്തി ആഘോഷങ്ങൾക്ക് ഉജ്ജ്വല സമാപനം. വിവിധ മേഖലകളിലെ പ്രമുഖർ ഉൾപ്പെടെ ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയത് നിരവധി പേർ. സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭന്റെ 147ാമത് ജയന്തി ആഘോഷങ്ങളാണ് ജനുവരി 1-2 തീയതികളിലായി നടന്നത്. ജയന്തി ദിനമായ ചൊവ്വാഴ്ച രാവിലെ ഭക്തിഗാനാലാപത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. 7 മുതൽ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തി. 10:30 ജയന്തി സമ്മേളനത്തിനെത്തിയ വിശിഷ്ട അതിഥികൾക്ക് സ്വീകരണം നൽകി. തുടർന്ന് ചേർന്ന ജയന്തി സമ്മേളനം മുൻ രാജ്യസഭാംഗം തെന്നല ബാലകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗം സി രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ദൈവത്തിൻ്റെ ഈ മഹാപരിച്ഛേദമായ സദസ്സ് എന്നെ വല്ലാതെ ഇളക്കി മറിക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു സദസ്സ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും കുറേ പേര്, അതായത് കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോഴുണ്ടായിരുന്നതിലേറെ വലിപ്പം ഇപ്പോൾ ഈ പന്തലിലുണ്ട്. എന്നിട്ടും കുറേ പേര് പുറത്ത് നട്ടിച്ച് വെയിലത്താണ് എന്ന ഓർമ്മ എൻ്റെ വാക്കുകൾ ചുരുക്കാൻ എനിക്ക് വളരെ വലിയ പ്രേരണയായിത്തീരുന്നുണ്ട്. NK പ്രേമചന്ദ്രൻ MP ആയിരുന്നു അനുസ്മരണ പ്രഭാഷണം നടത്തിയത്. NSS പ്രസിഡന്റ് ഡോക്ടർ M ശശികുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങുകൾ. ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ സമ്മേളനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ, മന്ത്രി KB ഗണേഷ് കുമാർ, ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്, MP മാരായ കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, തോമസ് ചാഴികാടൻ, MLA മാരായ അഡ്വക്കേറ്റ് ജോ മൈക്കിൾ, മോൻസ് ജോസഫ്, ചാണ്ടി ഉമ്മൻ, പ്രമോദ് നാരായണൻ തുടങ്ങി നിരവധി പ്രമുഖർ സന്നിഹിതരായിരുന്നു. ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരെ അധിക്ഷേപിച്ച മന്ത്രി സജി ചെറിയാന് നേർക്കുള്ള നിലപാട് വ്യക്തമാക്കാൻ ജോസ് കെ മാണി MP തയ്യാറാകണമെന്ന് കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് MLA. ഇത്തരം പ്രസ്താവനകളെ അപലപിക്കാൻ ജോസ് വിഭാഗം തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആക്ഷേപങ്ങൾ സഹിച്ച് ഇടതുമുന്നണിയിൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം അടിതെറ്റി നിൽക്കുകയാണെന്ന് മോൻസ് ജോസഫ് MLA കുറ്റപ്പെടുത്തി. ജോസ് വിഭാഗത്തിന്റെ കാര്യം അവർ പറയട്ടെ. കാരണം മുഖ്യമന്ത്രി പാലായിൽ വെച്ച് അവമാനിച്ചിട്ട് പോലും അവർ ഇതുവരെ വേണ്ടിയിട്ടില്ല. അവരുടെ അടിതെറ്റി നിൽക്കുകയാണ്. ഒരു സ്വന്തം തട്ടകമായ പാലായിൽ വെച്ച് മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണത്തിൽ ഒരു MP സംസാരിച്ചപ്പോൾ അദ്ദേഹത്തെ ഉണ്ടായ ഒരു വിഷയത്തിൽ പോലും ഇതുവരെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ അവർ വലിയ പ്രതിസന്ധി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ജോസ് കെ മാണി വിഭാഗം സഭാപിതാക്കന്മാർക്ക് നേരെ നടത്തിയ വിഷയത്തിൽ പ്രതികരിക്കാൻ ബാധ്യസ്ഥരാണ്. അവർ മുന്നണിക്കകത്ത് ശക്തമായ നിലയിൽ ഇതിനെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരാൻ തയ്യാറാകണം. ഇത് തിരുത്തിക്കാൻ വേണ്ടിയുള്ള നിലപാട് അവരും എടുക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് മാറി നിൽക്കാൻ ഈ വിഷയത്തിൽ കഴിയുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. പാലായിൽ തോമസ് ചാഴികാടൻ MP റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിനുള്ള വേദിയല്ല ഇതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് പോലും പ്രതികരിക്കാൻ ജോസ് കെ മാണി തയ്യാറായിട്ടില്ലെന്നും മോൻസ് ജോസഫ് പരിഹസിച്ചു. ക്രൈസ്തവ സഭ അധ്യക്ഷന്മാർക്കെതിരെ മന്ത്രി സജി ചെറിയാൻ അധിക്ഷേപിച്ച് സംസാരിച്ചപ്പോൾ അതിനെ തിരുത്താൻ ജോസ് കെ മാണി വിഭാഗത്തിന് കഴിയേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരെ അധിക്ഷേപിച്ചതിലൂടെ സംസ്കാരമില്ലാത്ത പ്രവൃത്തിയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നടത്തിയതെന്നും മോൻസ് ജോസഫ് കുറ്റപ്പെടുത്തി. അതേ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയാണ്. സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇത്രയും സംസ്കാരമില്ലാത്ത വിധത്തിൽ പെരുമാറി എന്ന് പറയുന്നത് കേരളത്തിന്റെ പൊതുസമൂഹം ക്ഷമിക്കുന്നതല്ല. ക്രൈസ്തവ സഭ നടത്തിയിരിക്കുന്ന പ്രതികരണം മാത്രമല്ല, ഇക്കാര്യത്തിൽ കേരളം ഒറ്റക്കെട്ടായി ഇതിനെതിരായി നിലപാടെടുക്കും. ഞങ്ങൾ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നവകേരള സദസ്സ് നടന്നപ്പോൾ അഭിമന്യ പിതാക്കന്മാർ പലരും പല സ്ഥലത്തും പങ്കെടുത്തു. ഞങ്ങളാരും അതിനെ വിമർശിച്ചില്ല. കാരണം ഗവൺമെന്റിന്റെ ഒരു കാര്യം എന്ന നിലയിലായിരുന്നില്ല ഇത്. LDFന്റെ രാഷ്ട്രീയ പ്രചരണ വേദികളാക്കിയതിനെ മാറ്റിയപ്പം അതിനോട് സഹകരിക്കാൻ ഞങ്ങൾ പ്രതിപക്ഷം തയ്യാറാകാതെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ മാറി നിന്നു. കേരള കോൺഗ്രസ് പാർട്ടി അതിനോട് സഹകരിച്ചു. പക്ഷെ സഭാപിതാക്കന്മാർ പോയപ്പോൾ ഞങ്ങൾ അതിനെ എതിർക്കാതിരുന്നു. അല്ലെങ്കിൽ അത് അങ്ങനെ നടക്കട്ടെ. കാരണം അവരുടേതായ സഭയുടെ വിഷയങ്ങൾ വന്ന് യോഗത്തിൽ പറയട്ടെ. ചങ്ങനാശ്ശേരിയിൽ സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭന്റെ ജയന്തി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മോൻസ് ജോസഫ് MLA. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ CT സ്കാൻ പ്രവർത്തനം നിലച്ചിട്ട് 3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തകരാറ് പരിഹരിക്കാത്തതിൽ പ്രതിഷേധമുയരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ CT സ്കാൻ സെന്ററിലേക്ക് മാർച്ച് നടത്തി.
നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. പ്രതിഷേധ സമരം സിന്ദാബാദ്. പ്രതിഷേധ സമരം സിന്ദാബാദ്. പ്രതിഷേധ സമരം സിന്ദാബാദ്. പ്രതിഷേധ സമരം സിന്ദാബാദ്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ CT സ്കാൻ പ്രവർത്തനം നിലച്ചിട്ട് 3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തകരാറ് പരിഹരിക്കുവാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സമരം. പ്രവർത്തകർ CT സ്കാൻ സെന്ററിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് ചേർന്ന യോഗം DCC ജനറൽ സെക്രട്ടറി P. സാബു ഉദ്ഘാടനം ചെയ്തു. സ്കാനിങ് അനിവാര്യമാണ്. ഇവിടെ സ്കാൻ ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യണമെന്ന് ഡോക്ടർക്ക് തീരുമാനമെടുക്കാൻ കഴിയൂ. ഒരു അപകടമുണ്ടായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നാൽ ഡോക്ടർക്ക് അവരുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ, അതല്ലെങ്കിൽ മരുന്ന് കൊടുത്ത് ചികിത്സിക്കണമെങ്കിൽ അതിന് രോഗത്തെക്കുറിച്ച് അപകടത്തിൻ്റെ ആഴമറിയുവാൻ സ്കാനിങ് വേണം. സ്കാനിങ് ചെയ്യുന്നില്ല എങ്കിൽ ഇവിടെ മെഡിക്കൽ കോളേജിൽ എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? സർജറി നടത്തണമെങ്കിൽ സ്കാനിങ് വേണം. പാവപ്പെട്ട രോഗികൾ 1.5-2 മാസം ഡേറ്റ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് സ്കാൻ ചെയ്യാൻ. ആ 2 മാസവും 1.5 മാസവും കാത്തിരുന്ന ആളുകൾ ഇവിടെ സ്കാൻ ചെയ്യാൻ വരുമ്പോൾ ഇവിടെ സ്കാനിങ് മെഷീൻ നിലച്ചിരിക്കുന്നു, സ്കാനിങ് ഇല്ല. ഓർക്കണം, പാവപ്പെട്ടവർ മാത്രമാണ് ഈ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത്. കയ്യിൽ പണമുണ്ടെങ്കിൽ സ്വകാര്യ ലാബിൽ പോയി സ്കാനിങ് നടത്താം. പക്ഷേ ഇവിടെ പാവപ്പെട്ടവർ വിറ്റും പെറുക്കിയും തെണ്ടും പണയം വെച്ചും ഇന്ന് സ്വകാര്യ ലാബുകളിൽ പോയി സ്കാനിങ് നടത്തുകയാണ്. അതിനും മാർഗമില്ലാത്തവർ ഇതിൻ്റെ മുന്നിൽ വന്ന് നിലവിളിക്കുകയാണ്. പ്രദേശത്ത് മികച്ച സ്വകാര്യ ആശുപത്രികൾ ഇല്ലാത്തതിനാൽ സാധാരണക്കാരടക്കം ഏറ്റവും കൂടുതൽ പേർ ആശ്രയിക്കുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ CT സ്കാൻ്റെ പ്രവർത്തനം അടിക്കടി നിലയ്ക്കുകയാണ്. വാഹന അപകടങ്ങളിൽപ്പെട്ട് ഗുരുതര പരിക്കേറ്റ് ചികിത്സ തേടിയെത്തുന്നവർക്ക് CT സ്കാൻ പരിശോധന കഴിഞ്ഞാലേ തുടർ ചികിത്സ ഉറപ്പാക്കാൻ കഴിയൂ. ഇവിടെ CT സ്കാൻ തകരാറിലായതോടെ അത്യാസന്ന നിലയിലായ രോഗികളെയും കൊണ്ട് 12 കിലോമീറ്റർ അപ്പുറമുള്ള ആലപ്പുഴ ജനറൽ ആശുപത്രിയെയോ കൂടിയ നിരക്ക് കൊടുക്കേണ്ടി വരുന്ന സ്വകാര്യ സ്കാനിംഗ് സെന്ററുകളെയോ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് സാധാരണക്കാരായ രോഗികൾ. CT സ്കാൻ തകരാറിലായതോടെ 100 കണക്കിന് രോഗികളാണ് വലയുന്നത്. ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇതിന്റെ തകരാറ് പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സമരം. ചേർത്തല താലൂക്ക് ആസ്ഥാന ആശുപത്രിയിലേക്ക് അഡ്വക്കേറ്റ് AM ആരിഫ് MPയുടെ ഫണ്ടിൽ നിന്നും അൾട്രാസൗണ്ട് സ്കാനിംഗ് മെഷീൻ അനുവദിച്ചു. സ്കാനിംഗ് മെഷീന്റെ പ്രവർത്തന ഉദ്ഘാടനവും MP നിർവഹിച്ചു. താലൂക്ക് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ അധ്യക്ഷയായിരുന്നു. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ AS സാബു, ശോഭ ജോഷി, മാധുരി സാബു, കൗൺസിലർമാരായ രാജശ്രീ ജ്യോതിഷ്, HMC അംഗങ്ങളായ അരുൺ K. പണിക്കർ, VS ജബ്ബാർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുജ അലോഷ്യസ്, RMO ഡോക്ടർ A. അജ്മൽ, CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി B. വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. അർത്തുങ്കൽ സെന്റ് ആൻഡ്രൂസ് ബസിലിക്ക പെരുന്നാളിന് മുന്നോടിയായി ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി P. പ്രസാദിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വാച്ച് ടവറിൽ നിന്നും പള്ളിയിലെത്തുന്നവരെ മുഴുവൻ സമയവും നിരീക്ഷിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. ബീച്ച് സൈഡിലും CCTVകൾ സ്ഥാപിക്കാൻ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അനാവശ്യ പാർക്കിങ്ങുകൾ ഒഴിവാക്കും. വാഹനങ്ങൾ നിയന്ത്രിക്കാൻ സന്നദ്ധ സേനകളെ കൂടുതലായി നിയോഗിക്കും. ഇവർക്ക് വേണ്ട പരിശീലനം പോലീസ് ഉദ്യോഗസ്ഥർ നൽകുമെന്നും മന്ത്രി യോഗത്തിൽ അറിയിച്ചു. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമായ എല്ലാ നടപടികളും ഏകോപനത്തോടെ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. വിശ്വാസികൾ കടലിൽ ഇറങ്ങുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതിനാൽ കൂടുതൽ ലൈഫ് ഗാർഡുകളെ നിയമിക്കാനും യോഗത്തിൽ തീരുമാനമായി. പെരുന്നാളുമായി ബന്ധപ്പെട്ട് നിശ്ചിത ദിവസങ്ങളിൽ മദ്യനിരോധനം ഏർപ്പെടുത്തും. പള്ളിയുടെ പരിസര പ്രദേശങ്ങളിലും മറ്റും വ്യാജമദ്യം, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിൽപ്പനയും വ്യാപനവും തടയുന്നതിനുള്ള നടപടികൾ എക്സൈസ് സ്വീകരിക്കും. അതിനായി എക്സൈസ്, പോലീസ്, ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടത്തുവാനും യോഗത്തിൽ മന്ത്രി നിർദ്ദേശം നൽകി. എല്ലാ ദിവസവും മെഡിക്കൽ വിഭാഗത്തിന്റെ പരിശോധന ഉണ്ടാവുമെന്ന് DMO അറിയിച്ചു. ഫോഗിംഗ്, ക്ലോറിനേഷൻ, ആംബുലൻസ് സർവീസ് മുഴുവൻ സമയവും ഉണ്ടാകും. KSRTC അധിക സർവീസ് നടത്തുന്നതുൾപ്പെടെ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കും. യോഗത്തിൽ സബ് കളക്ടർ സമീർ കിഷൻ, ADM S. സന്തോഷ് കുമാർ, ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിമോൾ സാംസൺ, അർത്തുങ്കൽ പള്ളി വികാരി ഫാദർ യേശുദാസ് കാട്ടുങ്കൽ തൈയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടനാട് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ താലൂക്കിലെ അംഗഗ്രന്ഥശാലകളിൽ പ്രവർത്തിക്കുന്ന ബാലവേദികളിലെ കുട്ടികൾക്കായി ബാലോത്സവം പരിപാടി സംഘടിപ്പിച്ചു. 10 ഇനങ്ങളിലായി സാഹിത്യ, വിജ്ഞാന, രചനാ മത്സരങ്ങളാണ് നടന്നത്. നെടുമുടി കൊട്ടാരം നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ ചൊവ്വാഴ്ച നടന്ന ബാലോത്സവം നെടുമുടി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സതിയമ്മ അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും കുട്ടികൾക്ക് വായനാശീലം, ഇപ്പം വായനയില്ലല്ലോ, എല്ലാവരും മൊബൈൽ ഫോൺ നോക്കിയിരിക്കുന്ന നേരത്തെ ബാലരമയാണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കുന്ന കാലത്ത് ലൈബ്രറി
വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലുള്ള പ്രവർത്തനങ്ങൾ മാതാപിതാക്കളും കൂടെ നമ്മൾ അവരോടൊപ്പം ചേർന്നുകൊണ്ട് അതിന് പ്രോത്സാഹനം നൽകണം. ഏതായാലും ഈ യോഗം നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ ഈ കലോത്സവം നിങ്ങളുടെയൊക്കെ അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഉദ്ഘാടന സമ്മേളനത്തിൽ കുട്ടനാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ ആക്ടിംഗ് പ്രസിഡന്റ് കെ ശശിധരൻ അധ്യക്ഷനായി. ചെയർമാൻ ഹരീന്ദ്രനാഥ് തായങ്കരി, കൺവീനർ KG മോഹനൻ പിള്ള, കൗൺസിൽ അംഗങ്ങളായ രാരിച്ചൻ മാത്യു, പുഷ്പ പണിക്കർ, PV ബാലകൃഷ്ണൻ, MR അജികുമാർ, NR പങ്കജാക്ഷക്കുറുപ്പ് എന്നിവർ സംസാരിച്ചു. 2 വേദികളിലായി പ്രസംഗം, കാവ്യാലാപനം, ചലച്ചിത്ര ഗാനം, നാടൻപാട്ട്, മോണോ ആക്ട്, കഥാരചന, കവിതാരചന, ആസ്വാദനക്കുറിപ്പ്, പെൻസിൽ ഡ്രോയിങ്, കാർട്ടൂൺ രചന എന്നീ മത്സരങ്ങളാണ് നടന്നത്. ഉച്ചകഴിഞ്ഞ് നടന്ന സമാപന സമ്മേളനത്തിൽ സംസ്ഥാന കൗൺസിൽ അംഗം ഹരീന്ദ്രനാഥ് തായങ്കരി വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. തലവടി ചുണ്ടൻവള്ളം നീരണിയൽ ചടങ്ങിന്റെ 1ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. തലവടി ടൗൺ ബോട്ട് ക്ലബ്ബ്, ചുണ്ടൻവള്ള സമിതി, ഫാൻസ് അസോസിയേഷൻ, തലവടി ചുണ്ടൻ ഓവർസീസ് ഫാൻസ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. കഴിഞ്ഞ വർഷം പുതുവത്സര ദിനത്തിലാണ് തലവടി ചുണ്ടൻ നീരണിഞ്ഞത്. 1 വർഷം തികഞ്ഞ ജനുവരി 1 തിങ്കളാഴ്ച രാവിലെ 10:30 മാലിപ്പുരയിൽ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ശില്പി സാബു നാരായണാചാരി കേക്ക് മുറിച്ച് ആഘോഷത്തിന് തുടക്കമിട്ടു. വഞ്ചിപ്പാട്ടിൻ്റെയും ആർപ്പുവിളികളുടെയും അകമ്പടിയോടെ മാലിപ്പുരയിൽ ദീപങ്ങൾ തെളിയിച്ചു. തുടർന്ന് ആനപ്രമ്പാൽ സ്നേഹഭവനിൽ നടന്ന ചടങ്ങ് തലവടി ടൗൺ ബോട്ട് ക്ലബ് പ്രസിഡന്റ് KR ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ഷെയർ ഹോൾഡേഴ്സ്, നമ്മുടെ ചുണ്ടൻവള്ളത്തെ സ്നേഹിക്കുന്നവരെ, പ്രൊഫൈൽ അംഗങ്ങൾ, അവരെല്ലാം കൂടെ ചേർന്ന് നമ്മൾക്ക് നാട്ടിലെ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ എല്ലാം ഒരു സ്നേഹത്തിന്റെ വായ്പിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് ഇവിടെ ഈ ഒരു സുദിനം ആഘോഷിക്കാൻ സാധിച്ചത്. അതിന് ഏറ്റവും കൂടുതൽ ഇതിനുവേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്ന നമ്മുടെ പ്രിയങ്കര കമ്മിറ്റി അംഗങ്ങൾ, ഓരോരുത്തരുടെയും സേവനങ്ങൾ എടുത്തു പറയണം. അത്ര മികച്ച രീതിയിലുള്ള ഒരു കൂട്ടായ്മയാണ് തലവടി ചുണ്ടന്റെ ഈ ഒരു വിജയത്തിന് പിന്നിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടായ്മ ഇത്രയും നാൾ വന്ന പോലെ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുവാനുള്ള ശക്തി ദൈവം തരട്ടെ. ഇന്നത്തെ ഈ സുദിനം നമുക്ക് ഇവിടെ ആഘോഷിച്ച് നമ്മളുടെ എല്ലാവരുടെയും സ്നേഹം ഒരിക്കൽ കൂടി ഈ ഒരു സേവന ഇവിടുത്തെ ഈ ഒരു സ്നേഹഭവന് ഞങ്ങളുടെ എല്ലാം ആശംസകൾ അർപ്പിക്കുന്നു. ജനറൽ സെക്രട്ടറി ജോജി J വയലപ്പള്ളി അധ്യക്ഷനായി. ഫാദർ ജോബ് വാണിയപുരയ്ക്കൽ, ഫാദർ റോബിൻ മേടയ്ക്കൽ, വൈസ് പ്രസിഡന്റുമാരായ അജിത് കുമാർ പിഷാരത്ത്, PD രമേശ് കുമാർ, അരുൺ പുന്നശ്ശേരിൽ, ട്രഷറർ പ്രിൻസ് പാലത്തിങ്കൽ, ടീം കോർഡിനേറ്റർമാരായ ജോമൻ ചക്കാലയിൽ, ഷിക്കു അമ്പ്രയിൽ, ജനറൽ കൺവീനർ ഡോക്ടർ ജോൺസൺ V ഇടിക്കുള, സുനിൽ വെട്ടിക്കൊമ്പിൽ, വിൻസൻ പൊയ്യാലുമാലിൽ, ജെറി മാമൂട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. സ്നേഹഭവനിലേക്ക് ഭക്ഷ്യധാന്യങ്ങളും വിതരണം ചെയ്തു. മാന്നാർ എണ്ണക്കാട് ഗ്രാമം സോപാനം ഗുരുകുലത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള കുടുംബസംഗമം ജനുവരി 7 നടക്കും. ഈ വർഷത്തെ ഗുരുനാഥൻ പുതുപ്പള്ളി മണിയാശാൻ സ്മാരക സുവർണ മുദ്ര പുരസ്കാര സമർപ്പണവും ഇതോടനുബന്ധിച്ച് നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 7 രാവിലെ 9 വിളംബര റാലിയോടെ പരിപാടി ആരംഭിക്കും. തുടർന്ന് തോന്നയ്ക്കാട് സെന്റ് ജോർജ് ഓഡിറ്റോറിയത്തിൽ ചേരുന്ന യോഗം ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. ബുധനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പലത മധു അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ പുതുപ്പള്ളി മണിയാശൻ സ്മാരക സുവർണ മുദ്ര പുരസ്കാരം മന്ത്രി സജി ചെറിയാൻ തായമ്പക വിദ്വാൻ ഇരിങ്ങപ്പുറം ബാബു ആശാന് നൽകി ആദരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. കഴിഞ്ഞ കോവിഡ് കാലത്തിലൊഴികെ ബാക്കി എല്ലാ വർഷങ്ങളിലും നമ്മൾ വാർഷികങ്ങൾ നടത്തുകയും കലാകാരന്മാരെ ആദരിക്കുകയും അതുപോലെ തന്നെ കലാപരമായിട്ട് പുറമോട്ട് നിൽക്കുന്ന അതായത് സാമ്പത്തികം ഇല്ലാത്ത കുട്ടികളെയൊക്കെ നമ്മൾ കലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഗുരുകുലം കോവിഡ് കാലത്തും ഒക്കെ നിരവധി സഹായ സഹകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ വർഷം വീണ്ടും അതിന് പുനരാരംഭിക്കാനും അതേപോലെ കേരളത്തിലെ അറിയപ്പെടുന്ന കലാകാരന്മാർ ആദരിക്കുവാനും വേണ്ടി കൂടെയാണ് നമ്മുടെ ഈ ഒരു കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നത് ഈ വർഷം മുതൽ. അപ്പോൾ അതിൻ്റെ തുടക്കം എന്നോണം നമ്മൾ തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള തായമ്പകയിൽ വളരെയധികം ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ഇരിങ്ങപ്പുറം ബാബു എന്ന് പറയുന്ന ആശാന് ഏകദേശം 25,000 രൂപ വിലമതിക്കുന്ന സ്വർണ്ണപ്പതക്കത്തോടുകൂടിയാണ് ഈ വർഷം നമ്മൾ ആദരവ് കൊടുക്കുന്നത്. അത് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ അത് നിറവേറ്റുന്നു. സോപാനം രക്ഷാധികാരി രവീന്ദ്രൻ S എഴമറ്റൂർ,
സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടർ ഫാദർ ജിജി തോമസ് ഒലിവിയ, ജ്യോതിഷ പണ്ഡിതൻ ഹരി പത്തനാപുരം, പ്രൊഫസർ പി.ഡി. ശശിധരൻ തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും. മാന്നാറിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സോപാനം പ്രസിഡന്റ് RLV അഖിൽദാസ്, സെക്രട്ടറി RLV ശ്യാം ശശിധരൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സലിൽ ചങ്ങനാശ്ശേരി എന്നിവർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് കുറിച്ചി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് കർഷകർക്കായി കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ സർപ്പ റെസ്ക്യൂ ടീമിന്റെ ഓഫീസർ പ്രശോഭ് ബോധവൽക്കരണ ക്ലാസും നടത്തി. യൂത്ത് കോൺഗ്രസ് കുറിച്ചി മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ ജിയോ എബ്രഹാം അധ്യക്ഷത വഹിച്ച യോഗം അഡ്വക്കേറ്റ് ലിബിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ നിജു വാണിയപ്പുരയ്ക്കൽ, വിനീഷ് മഞ്ചാടിക്കര, മണ്ഡലം ഭാരവാഹികളായ കെസിയ വിപിൻ, ജസ്റ്റിൻ അഞ്ചലശ്ശേരി, കുറിച്ചി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് R. രാജഗോപാൽ, INTUC നിയോജക മണ്ഡലം പ്രസിഡന്റ് PV ജോർജ്, കുറിച്ചി മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു പങ്കജാക്ഷൻ, ബൂത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീരാമതീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് കുറിച്ചി സമിതിയുടെ നേതൃത്വത്തിൽ അക്ഷതവുമായി ഗ്രാമപ്രദക്ഷിണം നടത്തി. അയോധ്യയിൽ നിന്ന് പൂജിച്ചെത്തിച്ച അക്ഷതം ഭവനങ്ങളിൽ എത്തിക്കുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു ഗ്രാമപ്രദക്ഷിണം. തകർക്കപ്പെട്ട പുണ്യക്ഷേത്രം അത് ശ്രീരാമ ജന്മഭൂമിയിലാണെന്ന ശ്രീരാമക്ഷേത്രത്തിൽ ഈ വരുന്ന 22-ാം തീയതി നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ പാത്താമുട്ടം SNDP ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര പഞ്ചായത്തിലുടനീളം സഞ്ചരിച്ച് കുഞ്ഞൻകവലയിൽ സമാപിച്ചു. വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ശ്രീരാമതീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ജില്ലാ സംയോജക് G. ശ്രീകുമാർ ഗ്രാമപ്രദക്ഷിണത്തിന് നേതൃത്വം നൽകി. ചെയർമാൻ PK ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സമിതി അംഗങ്ങളായ BR മഞ്ജീഷ്, രാജശേഖരൻ, ഷാജി CM, അനീഷ്, ജയേഷ് KC, വിനീഷ് വിജയനാഥ് എന്നിവർ സംസാരിച്ചു. ഭഗവാൻ ശ്രീരാമപാദം പൂകിയ നൂറുകണക്കിന് ഭക്തന്മാരെ സ്മരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. തൃക്കൊടിത്താനം സെന്റ് സേവിയേഴ്സ് ഫൊറോന പള്ളിയിൽ നടത്തിയ ക്രിസ്തുമസ് പുതുവത്സര സന്ദേശ യാത്ര വർണ്ണാഭമായി. 500-ലധികം ക്രിസ്തുമസ് പാപ്പാമാരാണ് യാത്രയിൽ അണിചേർന്നത്. ക്രിസ്മസ് നൽകുന്ന ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം അറിയിച്ചുകൊണ്ട് സെൻറ്റ് സേവിയേഴ്സ് ഫൊറോന പള്ളിയിൽ വിപുലമായ ക്രിസ്മസ് പുതുവത്സര സന്ദേശ ഘോഷയാത്രയാണ് നടത്തിയത്. ഞായറാഴ്ച വൈകുന്നേരം 4:30 ഇടവകയുടെ 4 കേന്ദ്രങ്ങളിൽ നിന്നും ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടുകൂടി 3000-ൽ പരം ആളുകൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു. 500 ക്രിസ്മസ് പാപ്പാമാരും വിവിധ പ്ലോട്ടുകളും കലാരൂപങ്ങളും ഘോഷയാത്രയെ വർണ്ണാഭമാക്കി. തുടർന്ന് പള്ളിമുറ്റത്ത് കലാസന്ധ്യ, കരോൾ ഗ്രാൻഡ് ഫിനാലെ, നൃത്തവിസ്മയം, പുതുവർഷാഘോഷ പരിപാടികൾ എന്നിവ അവതരിപ്പിക്കപ്പെട്ടു. ഇടവക സമൂഹം മുഴുവൻ ഈ സായാഹ്നം ഇവിടെ സമ്മേളിച്ച് ഒരു ആഘോഷത്തിലാണ്. ഈശോ ജനിച്ചതിലുള്ള സന്തോഷം നമ്മൾ പരസ്പരം പങ്കുവയ്ക്കുന്നു. നമ്മൾ നടന്നു വന്ന വഴികളിൽ ഈ ഘോഷയാത്രയായി വന്നപ്പോഴെല്ലാം നമ്മൾ ഈ സദ്വാർത്ത ഈ ലോകത്തെ അറിയിക്കുകയായിരുന്നു. ലോകത്തിനു വേണ്ടി രക്ഷകൻ ജനിച്ചിരിക്കുന്നു. നമ്മൾ ആ രക്ഷകൻ്റെ വഴിയിലൂടെയാണ്, ആ രക്ഷകനാണ് നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്നത്. ഇതിലുള്ള ആനന്ദം നമ്മൾ പങ്കുവയ്ക്കുന്ന മനോഹരമായ മുഹൂർത്തങ്ങളായിരുന്നു ഈ ഘോഷയാത്ര. കരോൾ ഗാന മത്സരത്തിൽ സെന്റ് മോണിക്ക കൂട്ടായ്മ 1-ാം സ്ഥാനവും, ഇൻഫന്റ് ജീസസ് കൂട്ടായ്മ 2-ാം സ്ഥാനവും, സെന്റ് അഗസ്റ്റിൻ കൂട്ടായ്മ 3-ാം സ്ഥാനവും ക്യാഷ് അവാർഡുകളും കരസ്ഥമാക്കി. പരിപാടികൾക്ക് വികാരി ഫാദർ ആന്റണി ഏത്തക്കാട്, ഫാദർ സനൂപ് മുത്തുമാക്കുഴി, രാജു മാടക്കാട്ട്, ആന്റണി പ്ലാവനാക്കുഴി, സജി ജേക്കബ് മാളിയേക്കൽ, വാർഡ് കൂട്ടായ്മ ലീഡേഴ്സ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ എടത്വ ടൗൺ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ജനുവരി 6-ന് നടക്കും. കഫേ 8 ഹോട്ടലിൽ വൈകിട്ട് 7-നാണ് പരിപാടി. തലവടി ലയൺസ് ക്ലബ് പ്രസിഡന്റ് തോമസ് കളങ്ങര അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബിനോ ഐ കോശി ഉദ്ഘാടനം ചെയ്യും. വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ R. വെങ്കടാചലം സ്ഥാനാരോഹണ ചടങ്ങിന് നേതൃത്വം നൽകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
ഈ കഫേ ഹോട്ടലിൽ വെച്ച് ഭാരവാഹികളുടെ സ്ഥാനാരോപണവും ചാപ്റ്റർ മെമ്പർമാരുടെ ഇൻസ്റ്റലേഷൻ നടത്തുകയാണ്. ഈ പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ മാധ്യമ സഹോദരങ്ങളെ ആദ്യം തന്നെ ക്ഷണിക്കുകയാണ്. ശ്രീ വേണുഗോപാൽ ചീഫ് കോർഡിനേറ്ററാണ്. മറ്റു പ്രമുഖ വ്യക്തികളും ഈ അടുത്ത പ്രദേശത്തെ ലയൺസ് ക്ലബിൻ്റെ PhDമാർ, സെക്രട്ടറി പ്രസാറുമാർ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതുമാണ്. ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി മാർട്ടിൻ ഫ്രാൻസിസ്, ഗ്ലോബൽ എക്സ്റ്റൻഷൻ ടീം കോർഡിനേറ്റർ G. വേണുഗോപാൽ, GLT കോർഡിനേറ്റർ സജി എബ്രഹാം സാമുവൽ എന്നിവരെ കൂടാതെ വിവിധ ക്ലബ്ബുകളിൽ നിന്നുള്ള ഭാരവാഹികളും പങ്കെടുക്കും. എടത്വയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബിൽബി മാത്യു കണ്ടത്തിൽ, ഡോക്ടർ ജോൺസൺ V. ഇടിക്കുള, ജോർജ് കുട്ടി തോമസ് എന്നിവർ പങ്കെടുത്തു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5840 രൂപ, പവന് 46,720 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.